തൃശൂരിൽ 1 കിലോയിലധികം കഞ്ചാവുമായി അസാം സ്വദേശി പിടിയിലായത് മോറിഗോൺ അമരഗുരി സ്വദേശിയായ മൊജഹറുൾ ഇസ്ലാം. ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ, ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ, ഡാൻസാഫ് ടീം അംഗങ്ങളുടെ രഹസ്യാന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. റൺവേ തെറ്റിച്ചോടിച്ച സ്കൂട്ടർ ഇടിച്ച് കോഴിക്കോട് മുക്കത്ത് വ്യാപാരിക്ക് ഗുരുതര പരിക്ക്. പരിക്കേറ്റ 74-കാരൻ KP മുഹമ്മദ് വാരിയലുകൾക്ക് പരിക്കേറ്റ് ചികിത്സയിൽ. വാഹനമിടിച്ച ശേഷം സ്കൂട്ടർ യാത്രികൻ നിർത്താതെ പോയി. കോഴിക്കോട് മുക്കത്ത് കനത്ത മഴയിൽ തകർന്ന തൃക്കുടമണ്ണാവ് തൂക്കുപാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. ആലപ്പുഴ മാന്നാറിൽ ശാന്തി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന പൊതിച്ചോറ് വിതരണത്തിന്റെയും സൗജന്യ മരുന്ന് വിതരണത്തിന്റെയും 1ാം വാർഷികം നടന്നു. ഇതുവരെ 22ഓളം പൊതിച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും നടന്നു. പുലിയൂർ ശാന്തി തീരത്തും കാൽവറി അഭയ കേന്ദ്രത്തിലും ഇലഞ്ഞിമേൽ ഗാന്ധി ഭവൻ ദേവാലയത്തിലും മാന്നാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും വാർഷികാഘോഷം നടന്നു. കൊല്ലം കണ്ണനല്ലൂർ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി പണം കവർന്ന കേസിൽ 7 പേർ പിടിയിൽ. കണ്ണനല്ലൂർ സ്വദേശി അജാസിനെയാണ് കാറിലെത്തിയ 7-അംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. പ്രതികളെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വളപ്പിലെ മരം റോഡിലേക്ക് മറിഞ്ഞു. നിരവധി വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന റോഡിലേക്കാണ് മരം വീണത്. തലനാരിടയ്ക്ക് വൻ അപകടം ഒഴിവായി. നെടുമങ്ങാട് ഫയർഫോഴ്സ് സംഘമെത്തി മരം മുറിച്ചു മാറ്റി. ആലപ്പുഴ ജില്ലാതല തദ്ദേശ അദാലത്ത് വ്യാഴാഴ്ച മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തീർപ്പാക്കാനുള്ളത് 797 അപേക്ഷകൾ. വയനാട് പുനരധിവാസത്തിനായി വട്ടപ്പാറ മണ്ഡലത്തിൽ ന്യൂസ് പേപ്പർ ചലഞ്ച് യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷൈജു വട്ടപ്പാറ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ സംസ്ഥാന ജൂനിയർ അണ്ടർ 19 ഓപ്പൺ ആൻഡ് ഗേൾസ് ചെസ് ചാമ്പ്യൻഷിപ്പ് 24-25 തീയതികളിൽ ആലപ്പുഴ റിലയൻസ് മാളിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കും. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാൽ MP സമ്മാനദാനം നിർവഹിക്കും. തൃശൂർ മലക്കപ്പാറയിൽ കലുങ്ക് തകർന്ന് അന്തർ സംസ്ഥാന പാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടു. കലുങ്കിന്റെ തകർച്ചയ്ക്ക് കാരണം കാലപ്പഴക്കവും ടോറസ് ലോറികൾ കടന്നു പോകുന്നതും. ദുരിതത്തിലായി ടൂറിസ്റ്റുകളടക്കമുള്ള യാത്രക്കാരും തോട്ടം തൊഴിലാളികളും. എറണാകുളം മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായി സ്ഥാപിച്ച താൽക്കാലിക മേൽക്കൂര തകർന്നു. മേൽക്കൂര തകർന്നത് കനത്ത കാറ്റിൽ. 6000 സ്ക്വയർ ഫീറ്റിൽ ഇരുമ്പു പൈപ്പുകളും ഓലകളും ഉപയോഗിച്ചായിരുന്നു മേൽക്കൂര നിർമ്മിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. എറണാകുളം മൂവാറ്റുപുഴയിൽ സ്വർണവും പണവുമായി മുങ്ങിയ പ്രതി പിടിയിൽ. കൈക്കലാക്കിയത് ജ്വല്ലറിയിൽ നിന്നും 240 ഗ്രാം സ്വർണവും മറ്റൊരാളിൽ നിന്ന് 1.5 ലക്ഷം രൂപയും. മൂവാറ്റുപുഴ പോലീസ് പ്രതിയെ പിടികൂടിയത് മുംബൈയിൽ നിന്നും. സംഭവം നടന്നത് 2006-ൽ. വിദ്യാർത്ഥികളുമായി മുഖാമുഖം പരിപാടി നടത്തി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പരിപാടിയിൽ അതിഥികളായി എത്തിയത് പാമ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ചർച്ചയായത് കളക്ടർ എന്ന നിലയിൽ നേരിടുന്ന വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ, തൃശൂരിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എങ്ങനെ എന്നീ വിഷയങ്ങളിൽ. മലപ്പുറം വളാഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ച് കടന്ന കാർ പിടികൂടി. വാഹനമോടിച്ചത് മുക്കിലപ്പീടിക സ്വദേശി വിജീഷ്. കാറിൽ നിന്നും 15 ലിറ്ററോളം വരുന്ന അനധികൃത വിദേശ മദ്യം കണ്ടെടുത്തു. വളാഞ്ചേരി പോലീസ് അന്വേഷണം ഊർജിതമാക്കി.